ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ ഫോക്കസ്ഡ് ആക്കാനും അതേസമയം തന്നെ റിലാക്സ്ഡ് ആയിരിക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്ലാൻ ദ ഡേ. എന്താണ് ഒരു ഡേയുടെ പ്രാധാന്യം? യെസ്റ്റർഡേ ഈസ് എ ക്യാൻസൽഡ് ചെക്ക്, ടുമോറോ ഈസ് എ പ്രോമിസറി നോട്ട്, ടുഡേ ഈസ് റെഡി ക്യാഷ്, യൂസ് ഇറ്റ്. ഈ റെഡി ക്യാഷിന് ഒരു പ്രത്യേകതയുണ്ട്. കൂട്ടിവെച്ച് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കയ്യിലുള്ളപ്പോൾ ഉപയോഗിച്ച് പലതും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡേ. പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ സ്വന്തമാക്കുക എന്നതാണ് ജീവിതത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഒരു മിനിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ 10 മിനിറ്റെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഡേ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില ഗ്രൗണ്ട് വർക്ക്സ് ഒക്കെ പ്ലാൻ ചെയ്യണം. ജീവിതം എങ്ങോട്ടാണോ പോകുന്നത് അത് വെച്ച് കൃത്യമായ ദിശാബോധത്തിലായിരിക്കണം ഡേ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് വർക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് ചേഞ്ചിൽ ലൈഫ് റോൾസ് എന്തൊക്കെ ആയിരിക്കണം? എല്ലാവർക്കും ലൈഫ് റോൾസ് വ്യത്യസ്തങ്ങളായിരിക്കാം. അതിൻ്റെ പ്രധാനത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിനെ എങ്ങനെ മുൻഗണനാക്രമം കൊടുക്കണം? അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് റോൾസ് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുക. ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, എവിടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്, അതിനെക്കുറിച്ച് ഏകദേശ രൂപം ഉണ്ടാക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചിന്തിക്കണം. നമ്മൾ ഈ ഡേ ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാക്കണം. അപ്പോൾ ഒരു ചിന്ത മനസ്സിലുണ്ടാകണം. അടുത്ത 5 വർഷത്തിന് ശേഷം നമ്മൾ എന്തായിരിക്കണം, എവിടെയായിരിക്കണം? ഈ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഡേ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് വർക്കായി. ഇനി ഡേ പ്ലാൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഡേ പ്ലാൻ ചെയ്യേണ്ടത്, അതായത് ദിവസമല്ല, തലേ ദിവസം കിടക്കുന്നതിന് മുൻപാണ് ഡേ പ്ലാൻ ചെയ്യേണ്ടത്. പിറ്റേ ദിവസം എങ്ങനെയായിരിക്കണം? നാളെ മുതൽ നമ്മൾ ഡേ പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കരുതുക. അപ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നതാണ്. രാവിലെ തൊട്ട് രാത്രി വരെ എന്നാണ് ഞാൻ ചെയ്തുകൊണ്ട് ഇരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്തോ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, നമ്മൾ വളരെ ബിസിയാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോഴാണ് അതിൽ ജീവിതത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളുടെ എണ്ണം ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ചില കാര്യങ്ങൾ എന്തിനാണ് ചെയ്തതെന്ന് പോലും നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. ആ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക. നാളത്തെ ദിവസം എങ്ങനെയായിരിക്കണം? അപ്പോൾ നാളത്തെ ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ 3 വിഭാഗങ്ങളിൽ പെടുന്ന ആക്ടിവിറ്റീസ് മനസ്സിലുണ്ടാകണം. ഒന്നാമത്, പിറ്റേ ദിവസം അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇത്ര വർഷത്തിന് ശേഷം ഇത് ചെയ്യും എന്നത് പ്ലാൻ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യം ഇപ്പോൾ ചെയ്യാൻ പറ്റും അതൊന്ന് മനസ്സിൽ ഓർത്തെടുത്ത് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക. മൂന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും ഡെയിലി റൊട്ടീനായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഉറങ്ങണം, ഫുഡ് കഴിക്കണം, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ പലതും. അത് എന്തൊക്കെയാണെന്ന് കൂടി മനസ്സിൽ കരുതുക. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. കൃത്യമായി ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. നമ്മുടെ ദിനചര്യ എല്ലാം തന്നെ കൃത്യമായി കൊണ്ടുപോകാൻ ശ്രമിക്കുക. പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കുക. അപ്പോൾ തന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നീട് വേണ്ടത് ടൈം ഓഡിറ്റിംഗ് ആണ്. ഇന്ന് നടന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നാളെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ.